സൈമൺ ഐവ്സിൻ്റെ ഡിഫീറ്റിംഗ് പ്രജുഡിസ് എന്നുള്ളൊരു ടെഡെക്സ് ടോക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സൈമൺ ഐവ്സ് ആരാണെന്ന് ആദ്യമേ നോക്കാം. സൈമൺ ഐവ്സ് എന്ന് പറയുന്ന ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ആൻഡ് അദ്ദേഹം ഗ്ലോബൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആളാണ്. ലാറ്റിൻ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, ഏഷ്യ പസഫിക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അഡ്വൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ആളാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു ടോക്കാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. സോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫീറ്റിംഗ് പ്രജുഡിസ്, അതായത് പ്രജുഡിസുകളെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാം. പ്രജുഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള മുൻധാരണകൾ, അതിനെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാം. അതായത് ഇഫ് യു ഫൈൻഡ് എ സ്ട്രേഞ്ചർ വാക്കിംഗ് ടുവേർഡ്സ് യു, അല്ലെങ്കിൽ ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ എ റൂം ആൻഡ് ഇഫ് യു ഫൈൻഡ് എ സ്ട്രേഞ്ചർ വാക്കിംഗ് ടു ദ റൂം, യു ഡോണ്ട് നോ ദിസ് പേഴ്സൺ, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സ്ട്രേഞ്ചറിൻ്റെ ഫ്രം ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇയാളെക്കുറിച്ച് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു പ്രജുഡിസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മുൻധാരണകളുമായിട്ട് നമ്മൾ അവിടെ ഇരിക്കുവാണ്. ആൻഡ് ആഫ്റ്റർ ഹി ടോക്സ് ടു യു എന്ത് ചെയ്യാം? നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവാം, അയ്യോ നമ്മൾ വിചാരിച്ചതെല്ലാം തെറ്റാണല്ലോ, ഹീസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ എന്ന്. സോ ആ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, അതൊരു കൈൻഡ് ഓഫ് പ്രജുഡിസ് ആണ്, അല്ലേ? അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡിനെയൊക്കെ, അതായത് ഇങ്ങനെയുള്ള പ്രജുഡിസ്ഡ് മൈൻഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രജുഡിസ്ഡ് തോട്ട്സിനെയൊക്കെ നമുക്ക് എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്പീച്ചിനകത്ത് അദ്ദേഹം പറയുന്നത്, സൈമൺ ഐവ്സ് പറയുന്നത്. സോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഒരു സ്റ്റോറി അദ്ദേഹം കേട്ടു. എയർപോർട്ട് കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറിയാണ് അദ്ദേഹം കേട്ടത്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? എയർപോർട്ട് കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ജോലി എന്താണ്? ഈ പാസഞ്ചേഴ്സിൻ്റെ കംപ്ലയിൻസും ഒക്കെ കേൾക്കാൻ വേണ്ടിയുള്ളൊരു ജോലിയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സിൻ്റെ കംപ്ലയിൻസ് എല്ലാം റിസോൾവ് ചെയ്ത് കൊടുക്കുക. അതായത് ഫ്ലൈറ്റ് മിസ്സായവർ, ഫ്ലൈറ്റ് ഡിലേ ആയവർക്കൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതൊക്കെ ഇദ്ദേഹമാണ്. എയർപോർട്ട് കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വൺ ഡേ ഈ പാസഞ്ചേഴ്സ് ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്നെന്താണ്, ഈ വഴക്ക് പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നി. അങ്ങനെ ഒരു ദിവസം ഇവർ നോക്കിയപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, ഈ വഴക്ക്, അതായത് ഇവരുടെയൊക്കെ ഈ അബ്യൂസ് കേട്ടോണ്ടിരിക്കുന്ന ആളെ അയാൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ, അയാൾ വീൽ ചെയറിൽ ഇരിക്കുവാണ്. അയാൾ ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എയർപോർട്ട് കൗണ്ടറിൽ. അപ്പോൾ ഇപ്പോഴും അയാൾ വീൽ ചെയറിൽ നിന്നാണ് ആ ജോലിയൊക്കെ ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്തായി മാറി? പൊളൈറ്റായിട്ട് മാറി. തെറി വിളിച്ചുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും നിന്ന ആളുകൾ പെട്ടെന്ന് വീൽ ചെയറിൽ ഇരിക്കുന്ന ആളാണല്ലോ എയർപോർട്ട് കൗണ്ടറിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വളരെ പൊളൈറ്റായി മാറി. എന്തുകൊണ്ട് അവിടെ പൊളൈറ്റായി മാറി? ഔട്ട് ഓഫ് സിമ്പതി എന്ന് നിങ്ങൾ പറയും. എന്നാലും നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഒരു പ്രജുഡിസ്ഡ് കൈൻഡ് ഓഫ് ഇതാണ്. അവ അഹങ്കാരി എപ്പോൾ നോക്കിയാലും ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, എന്ത് ചെയ്യാനാന്നുള്ള രീതിയിൽ നിന്നിട്ട് അയാളെ വഴക്ക് പറഞ്ഞ് അയാൾ ആ കൗണ്ടറിലോട്ട് നോക്കിയപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഈസ് ആക്ച്വലി വർക്കിംഗ് ഫ്രം എ വീൽ ചെയർ. അപ്പോൾ വീൽ ചെയറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയപ്പോൾ അയാൾ ഡിസേബിൾഡ് ആണെന്ന് മനസ്സിലായത് കൊണ്ട് എന്ത് പറ്റി? അവർ പൊളൈറ്റായി, ഓട്ടോമാറ്റിക്കലി അവർ പൊളൈറ്റായിട്ട് മാറി. സോ വി ലൈക്ക് ടു കാറ്റഗറൈസ് പീപ്പിൾ, അല്ലേ? വി തിങ്ക് ആൻഡ് ഫീൽ ഡിഫറെൻ്റ്ലി അബൌട്ട് ദോസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പം നമ്മൾ ആളുകളെ പല കാറ്റഗറീസിലൊക്കെ ആക്കാൻ മിടുക്കനാണ്. അതായത് അവൻ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവരെല്ലാം അങ്ങനെയാണ് എന്ന് പറയാൻ നമ്മൾ ഭയങ്കര ജഡ്ജ് ചെയ്യാനായിട്ട് ഭയങ്കര ഇതുള്ള ആളുകളാണ് ഹ്യൂമൻ ബീങ്സ്. പക്ഷെ എന്നിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും? അവരെ ഓരോ കാറ്റഗറീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തരടുത്ത് നമ്മൾ ഓരോ രീതിയിലായിരിക്കും പെരുമാറുന്നത്. അത് ഇൻഡിഫറൻസ് ആവാം, ലവ് ആവാം, ഹേറ്റ് ആവാം, ഫിയർ ആവാം, സിമ്പതി ആവാം, അല്ലെങ്കിൽ എമ്പതി ആവാം. പക്ഷെ അതാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് നാച്ചുറൽ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഇഷ്ടത്തോടുകൂടി സംസാരിക്കുന്നവരുണ്ട്, നമ്മൾ ചില ആളുകളുടെ അടുത്ത് വെറുപ്പോടുകൂടി സംസാരിക്കുന്നവരടുത്തുണ്ട്. നമ്മൾ ചില ആളുടെ അടുത്ത് വെറുപ്പോടുകൂടി സംസാരിക്കും, ഇൻഡിഫറൻ്റ് ആയിട്ട് സംസാരിക്കും, സിമ്പതിയോടുകൂടി സംസാരിക്കും, അല്ലേ? സോ നൗ വെൻ വി തിങ്ക് അബൌട്ട് ഐഡിയാസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ്, വി ടെൻഡ് ടു തിങ്ക് ഫസ്റ്റ് ഓഫ് ടെക്നോളജി. ഇനി അത് ടെക്നോളജിയുടെ കാര്യം പറയുവാണ്. ടെക്നോളജി നമ്മുടെ വേൾഡിനെ മാറ്റിമറിച്ചൊരു കാര്യമാണ്. നമ്മൾ ആദ്യമേ വീലുണ്ടായി, പിന്നെ ഇലക്ട്രിസിറ്റി, മൈക്രോചിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി എന്ന് പറയുമ്പം വീൽ, ഇലക്ട്രിസിറ്റി, മൈക്രോചിപ്പ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഇൻ്റർനെറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. ദീസ് ആർ ആബ്സല്യൂട്ട്ലി ഐഡിയാസ് ദാറ്റ് ഹാവ് ചേഞ്ച് ദ വേൾഡ്, അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വേൾഡിനെ പെട്ടെന്ന് മാറ്റിയെടുത്തത്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം വെറും ടൂൾസ് മാത്രമാണ്. ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആളുകൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇത് വേൾഡിനെ തന്നെ മാറ്റിമറിച്ചത്, അല്ലേ? ഒരു കാര്യം നമുക്ക് ഗുഡായിട്ടും ബാഡായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ AI തന്നെ ഈ ചാറ്റ് GPT പോലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? പല കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം? AI യൂസ് ചെയ്യാം, അല്ലേ? സോ അത് എങ്ങനെ, ഇതൊക്കെ വെറും ടൂൾസാണ്. ഈ ടൂൾസിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ഒരു ഡിഫറൻസ് ഇരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ഇസ് ബ്രോക്കൺ ഇൻ ദ വേൾഡ്. നമ്മൾ കുറേ ഇൻജസ്റ്റിസ് കാണുന്നു, ഇനിക്വാളിറ്റി കാണുന്നു, വയലൻസ് കാണുന്നു, കോൺഫ്ലിക്റ്റ് കാണുന്നു, നമ്മൾ പോവർട്ടി കാണുന്നു. ഇതെല്ലാം എന്തിൻ്റെ റിസൾട്ടാണെന്നാണ് സൈമൺ ഐവ്സ് പറയുന്നത്? പ്രജുഡിസിൻ്റെ റിസൾട്ട് കാരണമാണ്. കുറേ മുൻധാരണകളുടെ റിസൾട്ട് കാരണമാണ് ഈ ഒരു റിസൾട്ടാണ് ഈ ഒരു സംഭവങ്ങളെന്നാണ് പറയുന്നത്.
And that is why he has proposed the greatest challenge of our time is not actually better technology. ടെക്നോളജി അല്ല ഇപ്പോഴത്തെ നമ്മുടെ ചലഞ്ച്. ഗ്രേറ്റസ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഈ പ്രജുഡിസ് അല്ലെങ്കിൽ മുൻധാരണകൾ അല്ലെങ്കിൽ മുൻവിധികൾ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രജുഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? പ്രീ ജഡ്ജ് ചെയ്യുക. അതായത് എവിഡൻസ് ഇല്ലാതെ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ജഡ്ജ് ചെയ്യുക. നമ്മളൊരു ഗുഡ് ജഡ്ജ് ആവത്തില്ല. സോ ഇഫ് യു മെയ്ഡ് എ ജഡ്ജ്മെന്റ് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ എവിഡൻസ്, നമ്മളൊരു പന്ന ജഡ്ജ് ആയിരിക്കും, അല്ലേ? ഇഗ്നോറൻസ് ആയിരിക്കും പ്രജുഡിസിന് മറ്റൊരു വലിയൊരു കാരണമെന്ന് പറയുന്നത്. നമുക്കൊരാളെ കുറിച്ച് അറിയില്ല, ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല, ബട്ട് ഈവൻ ബിഫോർ ദാറ്റ്, ഈവൻ ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്, അല്ലെങ്കിൽ ഈവൻ ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് പേഴ്സൺ, നമ്മൾ എന്ത് ചെയ്യും? വിൽ സ്റ്റാർട്ട് മേക്കിംഗ് എക്സ്ക്യൂസസ്, വിൽ സ്റ്റാർട്ട് മേക്കിംഗ് പ്രജുഡിസസ്. അതിൻ്റെ ഒരു കാര്യം ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്. അറിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് ഊഹിച്ചെടുക്കുന്നത്. ആൻഡ് ഒരു ബിഗ് ഡിസിഷനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ആലോചിച്ച് ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒരു റീസെൻറ്റ് എക്സാമ്പിൾ പറയുവാണ്. ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ബെറ്റർ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഓഡിയൻസിൻ്റെ അടുത്ത്. അതൊരു സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. 3% ഓഫ് പീപ്പിൾ ഇൻ ഓസ്ട്രേലിയ മാത്രം യെസ് എന്ന് പറഞ്ഞു, UK 4%, US 6%. അപ്പോൾ ഡേറ്റ നോക്കുവാണ്. അപ്പോൾ ഇത് ഡേറ്റ നോക്കുമ്പോൾ എന്താണ്, 1980 തൊട്ട് 2015 വരെ വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്ട്രീം പോവേർട്ടിയിലായിരുന്നു നിന്നിരുന്നത്. ആൻഡ് ബേസിക് എഡ്യൂക്കേഷൻ മാത്രമുള്ള ആളുകളായിരുന്നു ഇത്രയും ആളുകൾ. ഈ ഗ്രാഫുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ളതാണ്. ദീസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്, സെവറൽ അതർ ഏരിയാസിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വേൾഡ് ആബ്സല്യൂട്ട്ലി ഗെറ്റിംഗ് ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. ഇനി ദ പവർ ഓഫ് ഫിയർ ആൻഡ് പെർസെപ്ഷൻ. 9/11 മറ്റേ എന്താ പറയുക, ന്യൂയോർക്കിലെ അറ്റാക്ക്. അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ ട്വിൻ ടവേഴ്സ് എന്ത് ചെയ്തു, 2 പ്ലെയിൻ വന്ന് ക്രാഷ് ചെയ്തു. ട്വിൻ ടവേഴ്സ് എന്ന് വെച്ചാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലെ, ന്യൂയോർക്ക് സിറ്റിയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ട്വിൻ ടവേഴ്സ് 2 പ്ലെയിൻ വന്ന് എന്താണ് ഇൻറ്റൻഷനലി ക്രാഷ് ചെയ്തു. ഒരു പ്ലെയിൻ പെൻറ്റഗണിലോട്ട് പോയി, വിർജീനിയ. പിന്നെന്താണ് അങ്ങനെ 4 കൊമേഴ്ഷ്യൽ പ്ലെയിൻസ് ആണ് ഹൈജാക്ക് ചെയ്ത് ടെററിസ്റ്റുകൾ എന്ത് ചെയ്തത്, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അത് 2 പ്ലെയിനാണ് ന്യൂയോർക്ക് സിറ്റിയിലോട്ട് വന്നത്. അപ്പോൾ ഈ സംഭവം നടന്നത് സെപ്റ്റംബർ 11, 2001 അതാണ് 9/11 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9/11 കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ 9/11 ഇദ്ദേഹം ലൈവ് TV-യിലാണ് കണ്ടത്. അത് ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്നാണ് പറയുന്നത്. ഓൺ ദാറ്റ് ഡേ ഇദ്ദേഹത്തിന് ഒരു പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി മുസ്ലിംസ്, ടെററിസ്റ്റുകളാണല്ലോ ഇത് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ആ മുസ്ലിംസ് എന്നുള്ള കമ്മ്യൂണിറ്റിക്ക് എതിരെയായിട്ട് ഇദ്ദേഹത്തിന് ഒരു വല്ലാതൊരു കോൺസെപ്റ്റ് ചേഞ്ചായി. ഇൻ അമേരിക്ക ടുഡേ അതായത് ആളുകളുടെ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഫിയർ എന്ന് പറയുന്ന ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്നാണ് പറഞ്ഞത്. നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് സം മോർ ഡേറ്റ. ഇനി അദ്ദേഹം കുറച്ചും കൂടെ ഡേറ്റാസ് നോക്കുവാണ്. ആൻഡ് ബിഫോർ ദാറ്റ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 person killed in a terrorist attack is 1 too many. Just like 1 person in extreme poverty എന്ന് പറയുന്നത്, or 1 person without access to basic education എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട്. ഒരാളെ മരിച്ചിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒരുപാട് ആളുകളുണ്ട്. കുറേ പേർക്ക് പരിക്കെങ്കിലും ഏറ്റിട്ടുണ്ട്. ഒരാൾ പോവർട്ടി അനുഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഇല്ല, ഇങ്ങനെയും ഒരു 100 പേരെങ്കിലും കാണും. ഒരാൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഒരാൾ മാത്രമല്ല, പിന്നെ ഇതുപോലെ വേറെ ഒരുപാട് പേര് കാണും. സോ ദർ ഇസ് ആബ്സല്യൂട്ട്ലി ഒരുപാട് വർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. വേൾഡ് നീഡ്സ് ആബ്സല്യൂട്ട്ലി ഒരുപാട് ഐഡിയാസ് വേണം, എന്നാലേ ഈ തിങ്സ് ഒക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഡേറ്റ നോക്കാൻ പറയുവാണ്. അദ്ദേഹം ഒരു ഗ്രാഫ് പോലെ കാണിക്കുവാണ്. ആ പേജിൽ 46,000 ഡോട്ട്സ് ഉണ്ട്, ഡോട്ടുകൾ. ആൻഡ് അദ്ദേഹം ഒരു പോർഷൻ ഇങ്ങനെ എൻലാർജ് ചെയ്തെടുക്കുവാണ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ദ ചാൻസസ് ഓഫ് ബീയിങ് കിൽഡ് ഇൻ എ റെഫ്യൂജി ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് 46,000-ൽ 1% മാത്രമേ ഉള്ളൂ. അതായത് 46 മില്യണിൽ ദേ ആർ 1. ദാറ്റ് വുഡ് മീൻ there would need to be 1,000 of these pages to represent these odds. അല്ലേ? അങ്ങനെ കുറേ പേര് വരുമ്പോൾ 1000-ലപ്പുറം പേരുകൾ വരും. സോ സ്റ്റാറ്റിസ്റ്റിക്സ് ഇദ്ദേഹം എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് റെഫറൻസിന് വേണ്ടി എടുക്കുവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം കമ്പയർ ചെയ്യുവാണ്. 6 times അതായത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ നമ്മളൊരു ഷാർക്ക് കടിച്ച് കൊല്ലുന്നെങ്കിൽ ഷാർക്ക് കൊണ്ടുള്ള മരണം അല്ലെങ്കിൽ ഷാർക്ക് അറ്റാക്ക് ചെയ്തുള്ള മരണം എന്ന് പറഞ്ഞാൽ 6 times more ആണ് ദാൻ എ റെഫ്യൂജി ടെററിസ്റ്റ് അറ്റാക്ക്. അതായത് ഇഫ് ദാറ്റ് ഗൈ ഈസ് അബൌട്ട് ടു ജമ്പ് ഇൻ ദ വാട്ടർ, അതായത് ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം വെള്ളത്തിൽ ചാടുവാണെന്നുണ്ടെങ്കിൽ, ഷാർക്ക് ഉള്ള വെള്ളത്തിലോട്ട് ചാടുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഇരട്ടിയാവുമെന്നാണ് പറയുന്നത്, അല്ലേ?
ഒരു കാർ ആക്സിഡൻറ്റും ഇതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് സംഭവിക്കാം. ഒരു പിന്നെന്താ പറയുക, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ നമ്മൾ കാർ ഓടിക്കുമ്പോഴും അതിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണ്, ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള കൂടുതലാണ്. അപ്പോൾ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഫിയർ എന്ന് പറയുന്നത് എന്താണ്? 1 in 46 million എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മുടെ ലൈഫിൽ ഹാപ്പൻ ചെയ്യാമെന്നുള്ള കാര്യമാണ്. അതിൻ്റെ വലിയ കണക്കുകൾ കാൽക്കുലേഷൻസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലൈഫിലും അതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ജസ്റ്റ് 2 years after 9/11 ഹാപ്പൻഡ്, അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ തായ്ലൻഡിൽ പോയി, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ ഇംഗ്ലീഷ് സെവറൽ മന്ത്സ് പഠിപ്പിച്ചു. സോ അദ്ദേഹത്തിൻ്റെ പെർസെപ്ഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ കാറ്റഗറി ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ആയി. ബിക്കോസ് ദ പീപ്പിൾ ഹൂം ഹി വാസ് സ്പെൻഡിങ് ടൈം വിത്ത്, അവരെന്ന് പറയുന്നത് മറ്റേ ടെററിസ്റ്റുകളെ പോലെയേ അല്ലായിരുന്നു. അദ്ദേഹം പരിചയപ്പെട്ട ആ മുസ്ലിം സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള കുറേ കുട്ടികളായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാറ്റഗറി അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ആ 9/11 കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പ്രജുഡിസ്റ്റ് മൈൻഡോട് കൂടിയാണ് ആ ഒരു കാറ്റഗറി ആളുകളെ കണ്ടത്. പക്ഷേ ആ ഒരു പ്രജുഡിസ്റ്റ് മൈൻഡ് ഷാറ്റേഡ് ആയത് എപ്പോഴാണ്? അവരുമായിട്ട് കൂടുതൽ ഇടപഴകിയപ്പോഴാണ്. ഇനി മീഡിയയുടെ റോൾ എന്താണ് ഓരോ ഈ പ്രജുഡിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പെർസെപ്ഷൻസ് ഷേപ്പ് ചെയ്യാനുള്ളത്? പോപ്പുലർ കൾച്ചറിൽ നമുക്കൊരു ഈവിൾ വില്ലനുണ്ട്. അവർ 1 dimensional ആയിരിക്കും, അതായത് അവർ ഫുൾ ഈവിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തുമായിരിക്കും? ആ ജസ്റ്റിസ് എങ്ങനെയെങ്കിലും നടക്കണം, അതായത് അയാളെ കൊല്ലണം, അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ നമ്മൾ ആ ഈവിളായിട്ടുള്ള ആളുകൾ ആരാന്ന് വെച്ചാൽ ഡിസ്ട്രോയിഡ് ആവണം. നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടാലും ഒരു വില്ലൻ ഉണ്ടെങ്കിൽ അയാൾ മരിക്കണം, അല്ലേ? ആൻഡ് ദെൻ വെൻ ദേ ആർ ഡിസ്ട്രോയിഡ് നമ്മൾ എന്ത് ചെയ്യും? ഹാപ്പി ആയിരിക്കും. ആൻഡ് ഓൾസോ വി ആർ ഗെറ്റിംഗ് കോൺസ്റ്റൻ്റ്ലി ദിസ് മെസ്സേജ് ത്രൂ ഔട്ട് TVs ആൻഡ് മൂവീസ്, അല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി പറയുവാണ്, ഇപ്പോൾ കുറേ നാൾ മീഡിയ ഇങ്ങനെ ഒരു 10 ദിവസത്തേക്ക് പോവർട്ടിയെക്കുറിച്ചും ഇൻജസ്റ്റിസിനെ കുറിച്ചും ഡിസീസിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതങ്ങ് നിർത്തി. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് പോവർട്ടിയും ഡിസീസും മാറിയെന്നാണോ? അല്ല. അത് ഹാപ്പനിങ് ലെസ് എന്നാണോ? അല്ല. പക്ഷേ എന്താണ്? റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ മെസ്സേജസ് നമ്മൾ മീഡിയയിലൂടെ ന്യൂസിലൂടെ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പെർസെപ്ഷൻസിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കോവിഡിൻ്റെ കാലം ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ന്യൂസ് ചാനലിനകത്ത് ഫുൾ അതായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കോവിഡുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ ന്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാതായി. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? ഇതൊക്കെ കുറഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഒരു സൈഡിൽ കൂടി ഇതിൻ്റെ വകഭേദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമായിരുന്നു, അല്ലേ? ആൻഡ് ദെൻ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ TV ഇല്ലായിരുന്നു. സോ ഒരു വിയേർഡ് കിഡായിട്ടാണ് സ്കൂളിലെ സ്റ്റുഡൻസ് ഒക്കെ ഇയാളെ കണ്ടിരുന്നത്. പക്ഷേ നൗ ഹീ ഈസ് ഗ്രേറ്റ്ഫുൾ ബിക്കോസ് എന്താണ്? അതുകൊണ്ട് ഞാൻ ഒരുപാട് വായിച്ചു, TV കാണാത്തത് കൊണ്ട്. ആൻഡ് സ്റ്റഡീസ് ഷോസ് ദാറ്റ് ചിൽഡ്രൻ എക്സ്പോസ് ടു റീഡിംഗ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചും കൂടി എംപതി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടുന്നുണ്ട് കമ്പയർഡ് ടു ചിൽഡ്രൻ ഹു വാച്ചസ് എ ലോട്ട് ഓഫ് TV. ആൻഡ് ദെൻ എങ്ങനെയാണ് സ്റ്റോറീസിനെ പ്രജുഡിസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ഈജിപ്ഷ്യൻ റൈറ്ററും ആക്ടിവിസ്റ്റുമായിട്ടുള്ള അലാ അൽ അസ്വനി എന്ത് ചെയ്തു? ഹു ഓൾസോ ഹാപ്പൻസ് ടു ബി മുസ്ലിം റൈറ്റ്സ് ദാറ്റ് എ ഫനാറ്റിക് കനോട്ട് ലവ് ലിറ്ററേച്ചർ. ഒരിക്കലും ഒരു ഫനാറ്റിക്കിന് ലിറ്ററേച്ചർ ലവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഒരു ഈജിപ്ഷ്യൻ റൈറ്ററായിട്ടുള്ള അലാ അൽ അസ്വനി പറഞ്ഞു. എന്തുകൊണ്ട്? ബിക്കോസ് വെൻ യു റീഡ് എ ഗ്രേറ്റ് നോവൽ ആൻഡ് യു ആർ അതായത് നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ നമ്മളെ ക്യാരക്ടറിൻ്റെ ഹെഡില്ല, നമ്മളൊക്കെ ആ ക്യാരക്ടറായി മാറുവാണ്. നല്ല ഡീപ്പായിട്ടൊരു നോവൽ വായിക്കുവാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ എ ഗുഡ് റീഡർ, നമ്മളിപ്പോൾ ഒരു നോവൽ ഒരു കാര്യമോ കാണുകയോ അല്ലെങ്കിൽ വായിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാരക്ടറായിട്ട് പതുക്കെ മാറുവാണ്. അപ്പം നമ്മൾ അവരുടെ നാഷണാലിറ്റിയോ റേസോ ബിലീഫോ സ്കിന്നിൻ്റെ കളറോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ എന്തോ ആലോചിക്കുന്നത്, അവനും ഒരു ഹ്യൂമൻ ബീങ് ആണ്, അത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ വായിച്ചു പോകുന്നത്, അല്ലേ? അപ്പോൾ റീഡിങ് ഗ്രേറ്റ് നോവൽസ് എന്ന് പറയുന്നത് എന്താണ്? ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റാൻ നമ്മളെ സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് പ്രജുഡിസ് ചലഞ്ച് ചെയ്യാം? ഫസ്റ്റ് വൺ, കറേജിയസ്ലി ക്വസ്റ്റ്യൻ ചെയ്യുക. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. സെക്കൻഡ് തിങ്, ഇൻവെസ്റ്റിഗേറ്റ് കറേജിയസ്ലി. നമ്മുടെ പെർസെപ്ഷൻസിനെ നമ്മുടെ ഇതൊക്കെ നമ്മൾ തന്നെ ചലഞ്ച് ചെയ്യുക, റിയൽ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്ത്. 3, റീഡ് കറേജിയസ്ലി. ബുക്സ് ഒരുപാട് വായിക്കുക, പ്രത്യേകിച്ച് നമ്മളുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ആളുകളുടെ ബുക്സൊക്കെ വായിക്കുക. അടുത്തത്, ലിസൺ കറേജിയസ്ലി, അതായത് ആളുകളുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുക. ഇനി സ്റ്റോറീസ് ദാറ്റ് ഇൻസ്പയർ ചേഞ്ച് എന്നുള്ളതാണ് അടുത്തത്. ഇനി അദ്ദേഹം മറ്റൊരു എക്സാമ്പിൾ തരുവാണ്. ദിസ് ഈസ് ചാന്തി. അദ്ദേഹം ഒരു റിമോട്ട് പാർട്ട് ഓഫ് കംബോഡിയയിലോട്ട് സൈമൺ ഐവ്സിനെ കൊണ്ടുപോവാണ്. അതായത് ടെമ്പിൾസ് കാണിക്കാൻ വേണ്ടി. ടൂറിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തോട്ട് പോകത്തില്ല. ബട്ട് വൈൽ ദേ വെയർ ദെയർ, ഇദ്ദേഹം ഒരു ഗ്രൗണ്ടിലൊരു സംഭവം നോട്ടീസ് ചെയ്തു. ആൻഡ് ഹി പിക്ഡ് ഇറ്റ് അപ്പ്. ഇതൊരു ഷെല്ലായിരുന്നു, അതായത് ഒരു കൈൻഡ് ഓഫ് ഗ്രനേഡിൻ്റെ ഷെല്ല് പോലെ. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റോറി പറഞ്ഞു. വെൻ ഹി വാസ് എ സ്മോൾ ബോയ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും കൂടി, ഈ ഗൈഡ് പറയുന്ന സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും കൂടി ഫീൽഡിൽ പ്ലേ ചെയ്യുമായിരുന്നു. ആൻഡ് ഇങ്ങനൊരു ഷെല്ല്, ഗ്രനേഡിൻ്റെ ഷെല്ല് അദ്ദേഹം കണ്ടുപിടിച്ചു. നോട്ട് നോയിങ് വാട്ട് ഇറ്റ് വാസ്, അവരത് പിക്ക് ചെയ്തിട്ട് അത് വെച്ച് ക്യാച്ച് കളിച്ചു.
അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാച്ച് പിടിച്ച് കളിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് ഹിറ്റ് ദ ഗ്രൗണ്ട് ആൻഡ് എക്സ്പ്ലോഡഡ്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മരിച്ചു. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു, ഈ സ്റ്റോറി അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഇങ്ങനെ പതിഞ്ഞു പോയെന്നാണ് സൈമൺ ഐവ്സ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ദ മെനി അതർ സ്റ്റോറീസ് ഐ ഹേർഡ് ഫേസ് ടു ഫേസ് ഫ്രം കംബോഡിയൻസ്. അതായത് കംബോഡിയയിൽ പോയപ്പോൾ ഇദ്ദേഹം ഒരുപാട് സ്റ്റോറീസ് കേട്ടു. അതിൽ ഏറ്റവും ഭയങ്കര ഇതായിട്ട് ഇമോഷണലി അപ്പീലിംഗ് ആയിട്ട് തോന്നി ഈ ഒരു സ്റ്റോറിയാണ്. അതായത് നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ കഥകൾ കേട്ട് തുടങ്ങുക, കേൾക്കുക, എന്നാലേ നമുക്കറിയാം. ഇപ്പം എന്തുകൊണ്ടാണ് ഗ്രനേഡ് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഈ ഒരു സ്റ്റോറി, ഗ്രനേഡ് ഇങ്ങനത്തുള്ള ഷെല്ലുകൾ കാണുമ്പോൾ നമ്മളത് എടുക്കരുത്, അതിനാണ് കംബോഡിയൻ ഗൈഡ് ഇത് പറഞ്ഞത്. സോ നമ്മൾ എന്നാലും നമ്മുടെ എന്താണ് നമുക്കറിയാമോ ഈ ഗ്രനേഡിൻ്റെ ഷെല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ? ഇല്ല, സൈമൺ ഐവ്സിനും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ കംബോഡിയക്കാരന് ഇത് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇത് വെച്ച് കളിച്ച് മരിച്ചു പോയതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റോറി പറഞ്ഞത്? നമ്മളെ കെയർഫുൾ ആക്കാൻ വേണ്ടി, നമ്മൾ കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആവാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് സൈമൺ ഐവ്സ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന് ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വൈഡൻ അവർ എക്സ്പീരിയൻസ്, വി ഷുഡ് ലിസൺ ടു അതർ പീപ്പിൾ സ്റ്റോറീസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ഫൈനൽ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ, സോ ക്യാൻ എ സ്റ്റോറി റിയലി ഡിഫീറ്റ് പ്രെജുഡിസ്? യെസ്, എ സ്റ്റോറി ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ സ്റ്റോറീസ് ഡിനൈ ചെയ്താൽ അവർ നമ്മളെ ഡിഫൈൻ ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ സ്റ്റോറീസ് ഓൺ ചെയ്താൽ നമുക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ബ്രേവ് ന്യൂ എൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കഥകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ തന്നെ ഓപ്പണായിട്ട് പറയാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാലും അതൊരിക്കലും കറക്റ്റ് ആവില്ല. നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മുടെ ഫ്രണ്ടാണോ പറയേണ്ടത്? ഇപ്പം നമുക്കൊരു ഡൗട്ടുണ്ട്, ഇപ്പോൾ സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുക, അല്ലാതെ മറ്റൊരു ഫ്രണ്ടിനെ കുറിച്ചാണോ ഫ്രണ്ടാണോ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഡൗട്ട്? അല്ല, നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അത് കംപ്ലീറ്റ്ലി എത്ര എക്സ്പ്ലനേഷൻ തന്നാലേ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. സോ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നല്ലൊരു കോട്ടാണത്. ഇഫ് യു ഡിനൈ അവർ സ്റ്റോറീസ്, നമ്മുടെ സൈഡ് ഓഫ് സ്റ്റോറി നമ്മൾ ഡിനൈ ചെയ്താൽ അവർ നമ്മുടെ സൈഡ് ഓഫ് സ്റ്റോറി വെച്ചിട്ട് നമ്മളെ ഡിഫൈൻ ചെയ്യും. അതുണ്ടാവരുതെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റോറീസ് ഓൺ ചെയ്യുക, എന്നാലേ നമുക്ക് നമ്മുടെ സ്റ്റോറിക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് നമുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് തുടങ്ങിയത് നമ്മൾ നിർത്തുക എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പിന്നെ എന്താണ് അദ്ദേഹം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ പ്രജുഡിസിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്.